അന്തർദേശീയ നദീ സംരക്ഷിത ദിനമാണ് മാർച്ച് 14-ാം തീയതി. VM സാദിഖലിയാണ്. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നദികൾ നമ്മുടെ ഭാവി എന്നുള്ളതാണ്. നദികൾ നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. വെള്ളം, കൃഷി, ജൈവവൈവിധ്യം, ജീവവൈവിധ്യം, അപൂർവമായിട്ടുള്ള സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഉറവിടം, വ്യാപാരം, സംസ്കാരം, മതം, യാത്ര എല്ലാം നദികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഈ നദികളായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലായിരുന്നു. ലോകത്തിൽ 165 പ്രധാനപ്പെട്ട നദികളാണുള്ളത്. ചെറിയ നദികളും അരുവികളും പോഷക നദികളും വലിയ ആറുകളൊക്കെ ഉൾപ്പെടെ 100,000-ലധികം നദികളുണ്ടായിരിക്കും എന്നുള്ളതാണ് കണക്കുകൾ തന്നെ പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയാണ് ഏറ്റവും കൂടുതൽ ജലമുള്ള നദി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദി. പക്ഷേ നീളത്തിൽ ഏറ്റവും വലിയ നദി ആമസോൺ അല്ല, നൈൽ നദിയാണ്. അത് ഏകദേശം 6650 കിലോമീറ്ററാണ് ഇത് നീളം വരുന്നത്. ഏറ്റവും ചെറിയ നദികളിൽ വരുന്നത് അമേരിക്കയിലുള്ള റോ നദിയാണ്. ഇത് ഏകദേശം 61 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പക്ഷേ ഇന്തോനേഷ്യയിൽ ടബോരാസി നദി എന്ന് പറയുന്ന നദി 20 മീറ്റർ മാത്രമാണ് നീളമുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് നദികളുടെ നാട് എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. 700-ലധികം നദികളുണ്ട് ബംഗ്ലാദേശിൽ. നമ്മൾ ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 400-ലധികം നദികൾ വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. 2525 കിലോമീറ്ററാണ് നീളം വരുന്നത്. ഇതിൽ ഒരുപാട് സംസ്കാരങ്ങളും പവിത്രതകൾ കൊണ്ടൊക്കെ മൂല്യവത്തായിട്ടുള്ള ഒരു നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത് വരുന്നത് ഗോദാവരിയാണ്. അത് 1465 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പിന്നെ വരുന്നത് കൃഷ്ണ നദിയാണ്, 1400 മീറ്ററാണ്. പിന്നീട് വരുന്നത് യമുന നദി, 1376 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നർമ്മദ നദി വരുന്നത് 1312 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി 2900 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. അത് ഇന്ത്യയിലൂടെയും ടിബറ്റിലൂടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൂടെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നദി ഒഴുകുന്നത് എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിലേറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്ററാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, കടലുണ്ടി 130 കിലോമീറ്റർ എന്നുള്ള ക്രമത്തിലാണ് അതിൻ്റെ ദൂരം വരുന്നത്. നദികളില്ലാതെ മനുഷ്യരുൾപ്പെടെയുള്ള ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. നദികൾ നശിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ വരുന്ന ഒരു കാരണം മലിനീകരണം തന്നെയാണ്. മനുഷ്യർ നദിയൊക്കെ കാണുന്ന സമയത്ത് വലിച്ചെറിയുന്നൊരു പ്രവണത ഉണ്ട്. നമ്മുടെ അടുത്തുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. ഇത്തരത്തിൽ വലിച്ചെറിയുന്ന ശീലം മാറ്റുന്ന സമയത്താണ് നമുക്ക് ഈ നദിയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. വനനശീകരണം നദികളില്ലാതെയാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ മണൽ ഖനനം. ഒരു മണൽ തരിക്ക് അതിൻ്റെ പകുതിയിലധികം വെള്ളത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. മണൽ ഖനനം നടത്തുന്ന സമയത്ത് നദികളിലുള്ള വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ വറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നദികളുടെ വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് മനുഷ്യരെയും മറ്റുള്ള ഓരോ ജീവജാലങ്ങളെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കാലാവസ്ഥാ മാറ്റമാണ്. കാലാവസ്ഥാ മാറ്റം ഉണ്ടാവുന്നതിലൂടെ നദികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. നമുക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ, കനത്ത മഴയിലും നദികളെല്ലാം കര കവിഞ്ഞൊഴുകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾ നദികളിൽ അവരുടെ വളർച്ചയിൽ അവരുടെ വ്യാപ്തിയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള അണക്കെട്ടുകൾ വെള്ളത്തിൻ്റെ നീരൊഴുക്കിനെ തടയാനൊക്കെ കാരണമാവുന്നുണ്ട്. നദികൾ മരണമടയാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നദികൾ കേവലം ഒരു ജലസ്രോതസ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരവും കലയും രാഷ്ട്രീയവും സിനിമയും
എല്ലാം ഉൾപ്പെടുത്തി വന്നിട്ടുള്ളത്, എല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ളത്, നമ്മുടെ കൃഷിയുടെ ഭാഗമായിട്ടുള്ളത് നദികളാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നദികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നദികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.